മെക്ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് മാരുതി സ്വിഫ്റ്റിൻ്റെ ആക്സിൽ ചേഞ്ചിങ് ആണ്. ഫ്രണ്ട് ആക്സിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആക്സിൽ ഊരുന്നതിന് മുമ്പ് ഈ വീൽ ഒന്ന് അഴിച്ച് മാറ്റണം. ഈ വീൽ നെറ്റുകളെല്ലാം ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കുക. ഈ വീൽ നെറ്റിനൊപ്പം തന്നെ ഈ ആക്സിൽ നെറ്റും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കുക. അത് ഒരു 30 mm ബോക്സ് ഇട്ട് അതിൽ നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റും. ഇത് ടൈറ്റ് ആയിരിക്കും, അതുകൊണ്ട് നമുക്കൊരു ലിവറേജിന് വേണ്ടി ഒരു പൈപ്പും കൂടെ ഇട്ട് അതിനെ ലൂസ് ചെയ്യാം. അതിനുശേഷം വണ്ടി ജാക്കപ്പ് ചെയ്ത് പൊക്കുക, വീൽ അഴിച്ച് മാറ്റുക. ലെഫ്റ്റ് സൈഡ് വീൽ നമ്മൾ അയച്ചു, റൈറ്റ് സൈഡ് അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ നെറ്റുകളൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കണം. അതിനായിട്ട് ഒരു WD-40 ഒന്ന് സ്പ്രേ ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് ലൂസ് ചെയ്യണം, ഇവിടെയും ഇവിടെ, അതുപോലെ ഈ നെറ്റ് ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ലൂസ് ചെയ്തതിന് ശേഷം ഈ ക്ലിപ്പ് ഇനി അഴിച്ചു മാറ്റാം. ഇത് 17 mm ആണ് ഇതിൻ്റെ സൈസ്. ഇതും അതുപോലെ. അതുപോലെ ഇത് അഴിക്കണം. ഇത് 12 mm ആണ്. നമ്മൾ WD-40 സ്പ്രേ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ഈസി ആയിട്ട് ഇളകി വരുന്നത്. നമ്മൾ നെറ്റെല്ലാം ലൂസ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് അഴിച്ച് മാറ്റാം. ഇതൊരു ജസ്റ്റ് ഒരു ഹാമർ കൊണ്ട് ജസ്റ്റ് ഒരു തട്ട് കൊടുത്താൽ മതി. അത് ജസ്റ്റ് താഴോട്ട് ഇളകിയാൽ വരും. അതുപോലെ ഈ നെറ്റുകളും ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും എടുത്ത് വെച്ചേക്കുക, അതൊന്ന് വീഴുന്നു പോകാതിരിക്കാനാണ്. പിന്നെ ഈ കാണുന്ന ആക്സിൽ നെറ്റ് അതുപോലെ നമുക്ക് ലൂസ് ചെയ്യാം. 30 mm ഇത് അതുപോലെ ഊരിയെടുത്തു. സോ നമ്മൾ എല്ലാ നെറ്റും ബോൾട്ടും എല്ലാം ഊരിയെടുത്തു. ഇനി ഇതാ ഈ ആക്സിലൊന്ന് തള്ളിപ്പിടിച്ച് അതോട് തള്ളിപ്പിടിച്ച് ഇതഞ്ഞ് ഊരി വരുന്നതാണ്. സൂക്ഷിക്കുക, ഈ ഓസൊന്നും പൊട്ടിപ്പോകാൻ നോക്കുക. അടിയിൽ എന്തെങ്കിലും തടിയോ എന്തെങ്കിലും വെച്ചിട്ട് അത് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്തു, ഇനി റൈറ്റ് സൈഡ് അതുപോലെ തന്നെ. ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആക്സിൽ നമുക്ക് സുഖമായിട്ട് ഊരിയെടുക്കാം. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മതി. അഥവാ ഊരി വന്നില്ലെങ്കിൽ മാത്രം അവിടെ നിന്ന് ഹാമർ ചെയ്ത് ഇളക്കിയെടുക്കുക.
നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഷാഫ്റ്റ്. ഇതിന് CV ഷാഫ്റ്റ് എന്നാണ് പറയുന്നത്, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഷാഫ്റ്റ്. നമ്മൾ പഴയത് ഇളക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് കറക്റ്റായിട്ടുള്ള പുതിയതും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ജെന്യൂൻ പാർട്സ് തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനി എങ്ങനെ റീപ്ലേസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഷാഫ്റ്റ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അതിനടിയിൽ കൂടെ എടുക്കുക, ജസ്റ്റ് അതിൻ്റെ അകത്ത് ആ മില്ലിങ്ങിൽ കറക്റ്റായിട്ട് തള്ളി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് വയ്ക്കുക, ഒന്ന് തള്ളി കയറ്റി വയ്ക്കുക, ഇത്രയേ ഉള്ളൂ. അടുത്തതായി ഈ ആക്സിൽ ഷാഫ്റ്റ് നമുക്ക് ഈ ഹബിലോട്ട് പയ്യെ പ്രസ് ചെയ്ത് കയറ്റാം. ആ പൊസിഷനിൽ കൊണ്ടുവച്ച് തള്ളി വയ്ക്കുക. ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടി ആ പുതിയ ബോൾട്ടുണ്ട്, ആ ബോൾട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഇട്ട് വയ്ക്കുക. മുമ്പ് നമ്മൾ ഇളക്കി വെച്ചിരുന്ന നെട്ടും ബോൾട്ടും എല്ലാം കണക്ട് ചെയ്യുക. സ്റ്റിയറിംഗ് ലിങ്കേജ് കണക്ട് ചെയ്യുക. ഇനി എല്ലാം ഒന്ന് സ്പാൻഡർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ആക്സിലും അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യാം.
ഈ കാണുന്നതാണ് ഗിയർ ഓയിൽ ട്രെയിൻ പ്ലഗ്. സ്ക്വയർ അലൻ കീ ഉപയോഗിച്ച് പ്ലഗ് അഴിച്ചു മാറ്റാവുന്നതാണ്. പഴയ ഗിയർ ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളയാം. സ്വിഫ്റ്റിന് 2.6 ലിറ്റർ ഗിയർ ഓയിൽ ഉണ്ടാകും. ഇത് ശേഖരിക്കാൻ കണക്കുള്ള ട്രേ താഴെ വയ്ക്കുക. ഡ്രെയിൻ പ്ലഗ് ക്ലോസ് ചെയ്യാം. ഇനി ഗിയർ ഓയിൽ ഫിൽ ചെയ്തതിനായി ഗിയർ ഓയിൽ ഫില്ലർ പ്ലഗ് അഴിക്കുക. ഇതിനും സ്ക്വയർ അലൻ കീ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഓസോ ട്യൂബോ വഴി ഗിയർ ഓയിൽ ഫിൽ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഓയിൽ ഗ്രേഡ് എന്ന് പറയുന്നത് 75W85 ആണ്. ഓരോ 20,000 കിലോമീറ്ററിലും ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇതിനുശേഷം ഓയിൽ ഫില്ലർ പ്ലഗ് ക്ലോസ് ചെയ്യാം. വീൽ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ആക്സിൽ നട്ട് ലോക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇതിന് ആകെ ചിലവ് വന്നത് 8,500 രൂപയാണ്. അതായത് 8,000 രൂപ അതിൻ്റെ CV ഷാഫ്റ്റിനും 2 സൈഡ് റൈറ്റും ലെഫ്റ്റും ഷാഫ്റ്റിനും, 500 രൂപ ഓയിലിന്. ഇതിന് ഗിയർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് 500 രൂപ ചിലവ്. അങ്ങനെ 8,500 രൂപയാണ് ചിലവ് വന്നത്. നമ്മളെൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും നമസ്കാരം.